കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധിയെക്കുറിച്ചിട്ട്. അപ്പോൾ ആ വിധിയിൽ ഇന്ന് സുപ്രീം കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറയാമോ? ആ വിധി എന്താണെന്ന് നമ്മൾ ആദ്യം പറയണം, അതൊരിക്കൽ കൂടി നമ്മൾ പറയണം. ആ വിധി എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാം മനോഹർ നാരായൺ മിശ്ര എന്ന് പറയുന്ന ഒരു ജഡ്ജി, അദ്ദേഹത്തിൻ്റെ വിധിയാണ്. ആ വിധി അന്ന് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു, വെറും പോക്രിത്തരമാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം ഈ പറയുന്ന ഒരു നേരത്തെയുള്ള പഴയ മറ്റേ മനുവാദികളുടെയൊക്കെ ഒരു ഹിന്ദുത്വ ഐഡിയോളജിയൊക്കെ പേറുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ കാരണവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പോക്രിത്തരം അനുവദിച്ച് കിട്ടണം എന്നുള്ള നിലക്കുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പെൺകുട്ടിയുടെ മാറിടത്തിൽ തൊടുന്നതോ പൈജാമയുടെ ചരട് കഴിക്കുന്നതോ ഒന്നും ബലാത്സംഗ ശ്രമമോ അല്ല എന്നാണ് മഹാനായിട്ടുള്ള ഈ ജഡ്ജി വിധിച്ചിട്ടുള്ളത്. ഞാൻ ജഡ്ജിയെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ഞാൻ വിധിയാണ് കുറ്റം പറയുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ആളുകൾ വിധിക്കാനുള്ള കാരണം നേരത്തെ തന്നെ ഈ പറയുന്ന സവർണ മേധാവിത്വമുള്ള ആളുകൾ കാണിച്ചുകൊണ്ടിരുന്ന പോക്രിത്തരങ്ങളൊക്കെ തന്നെ വീണ്ടും തുടരണം, അല്ലെങ്കിൽ അതിനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ വിധിയെ നമ്മൾ വളരെ നിശിതമായി വിമർശിച്ചിരുന്നു, ആ വിധിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെ കോടതി വിധി, അതായത് സുപ്രീം കോടതി ആ കേസെടുത്തിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി അതിൻ്റെ BR ഗവായിയും AG മസി ഇവർ രണ്ടുപേരുമുള്ള ബെഞ്ച് ആ വിധിയെക്കുറിച്ച് ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞു, അത് സ്റ്റേ ചെയ്തു. ആ വിധിയെക്കുറിച്ച് പറഞ്ഞത് ഇത് ഞെട്ടിക്കുന്നതും കേട്ടുകേൾവില്ലാത്തതും മനുഷ്യത്വരഹിതവുമായിട്ടുള്ളൊരു വിധിയാണ്, അതുകൊണ്ട് ആ വിധി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, സുപ്രീം കോടതി ഇത്ര മാത്രം പറഞ്ഞാൽ മതിയോ? ഇതിനും അപ്പുറത്തേക്ക് നിയമപരമല്ലാത്ത, അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ചുമൊക്കെ തന്നെ ഭാരതീയ ന്യായ സംഹിതയൊക്കെ അനുസരിച്ചും മാത്രം വിധി പറയേണ്ട ജഡ്ജികൾ അതിനും അപ്പുറത്തേക്ക് പോയി ഒരു ബലാത്സംഗത്തെയും അല്ലെങ്കിൽ ബലാത്സംഗ ശ്രമത്തെയും ഒക്കെ നിയമത്തിൽ ഒരിക്കലും പറയാത്ത രീതിയിലൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? ഇത്ര മനുഷ്യത്വരഹിതമായി, ഇത്ര ഈ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ജഡ്ജിമാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ എടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്താണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ സുപ്രീം കോടതി കൂടി ശരിവച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് മാത്രം മതിയോ? ഇതിനെ പോരെ ഇതേപോലെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൃത്യമായിട്ടുള്ള നടപടികൾ സുപ്രീം കോടതിയൊക്കെ എടുക്കേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനുമായി ബന്ധപ്പെട്ടിട്ട് പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി വനിതാ ജഡ്ജി ഉൾപ്പെടെയുള്ള ബെഞ്ച് ആ പൊതുതാൽപര്യ ഹർജി തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഒന്ന് പറയാമോ? അല്ല, അതാണ് ഇതിലെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജി വനിതാ ജഡ്ജിമാരടക്കമുള്ള ബെഞ്ച് തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞതിന് ശേഷം ശരിക്കും വി ദ വുമൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാൻ്റെ ഈ ഗവായിക്ക് കൊടുത്തിട്ടുള്ള ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ BR ഗവായിയും അതുപോലെ തന്നെ മസിയും അടക്കമുള്ള ആളുകൾ ഇത് സ്വമേധയാ കേസെടുത്തുകൊണ്ടാണ് ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ എത്രത്തോളം പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ജഡ്ജിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവായിയുടെ ബെഞ്ച് പറഞ്ഞിട്ടുള്ള വിധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്നും ഒരു ജഡ്ജിയെക്കുറിച്ച് ഇങ്ങനെ വിധി എഴുതേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് എന്നുമാണ് അത് അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ കാര്യമാണെന്ന് അറിയണം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ കേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ കേസിനെ കുറിച്ചിട്ട് സാർ ഒന്ന് വിശദമായിട്ട് പറയും. ആ കേസ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, 11 വയസ്സുള്ള ഒരു പെൺകുട്ടി പോക്സോ നിയമപ്രകാരം, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കാര്യത്തിലാണ് ഈ വിധി ഉണ്ടായിരിക്കണമെന്ന് ആലോചിക്കണം. ആ പോക്സോ നിയമപ്രകാരം ഒരു കേസെടുക്കുന്നു. പവൻ എന്ന് പറയുന്ന, ആകാശ് എന്ന് പറയുന്ന 2 പേരുടെ പേരിൽ കേസെടുക്കുന്നു. ആ കേസെടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരത് കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു. ആ കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ കോടതി പറയുന്നു ഇത് പോക്സോ നിയമപ്രകാരം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി സിവിയർ അല്ലാത്ത നിയമവകുപ്പുകൾ ചേർത്തുകൊണ്ട് വീണ്ടും കേസെടുക്കാനായിട്ട് ഉത്തർപ്രദേശ് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയുടെ മാറിടത്തിൽ തഴുകുന്നതോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പാൻറ്റിൻ്റെ മറ്റേ ചരട് പിടിച്ച് പൊട്ടിക്കുന്നതോ ഒന്നും തന്നെ ലൈംഗിക അതിക്രമത്തിൽ പെടില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സുപ്രീം കോടതിയിലെ തന്നെ ഒരു വനിതാ ജഡ്ജി അടക്കമുള്ളവർ ഇത് തള്ളിയതാണ്. ഇത്തരത്തിലുള്ള വിധി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമ്മുടെ നീതിന്യായ സംവിധാനത്തിലേക്ക് ഇത്തരം ചിന്തകൾ, ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ വിധികൾ എഴുതാൻ പറ്റുന്ന സാമാന്യ ബോധമില്ലാത്ത ആളുകളൊക്കെ കടന്നുകൂടിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴാണ് ഇതിനു മുമ്പുള്ള വിധികളൊക്കെ പരിശോധിക്കേണ്ടതാണ്, ഈ നാരായൺ മിശ്രയുടെ ഒക്കെ അടക്കം. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ വിധികൾ എഴുതിയിട്ടുണ്ടോ? ഇനി അതിനു മുമ്പ് വിധികൾ എഴുതിയിട്ടില്ലെങ്കിൽ ഇപ്പം മാത്രം അവർക്ക് അങ്ങനെ വിധികൾ എഴുതാൻ ധൈര്യം കിട്ടുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തങ്ങളുടെ ഈ പറഞ്ഞ പോലെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അനുഭവിച്ചു പോന്ന ഏത് പോക്കൃത്തരം ചെയ്താലും സവർണൻ എന്ന് പറയുന്ന ആനുകൂല്യം കിട്ടുമെന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അത് ഇന്ത്യയെ പുറകോട്ടടിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയായിട്ടുള്ള ഹൈക്കോടതികളും സുപ്രീം കോടതിയും, ഇപ്പോൾ പ്രയാഗ്രാജാണ് അലഹബാദ് എന്ന് പറയുന്നത്, അപ്പോൾ അവിടുത്തെ ഹൈക്കോടതി അടക്കം അതുപോലെ സുപ്രീം കോടതി അടക്കമുള്ള നിരവധി ആളുകൾ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ പ്രത്യാശയുടെ കിരണമെന്ന് പറയുന്നത് ഇതൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും സ്വമേധയാ കേസെടുക്കാൻ BR ഗവായിയും AJ മസിയും ഒക്കെ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ന്യായാധിപന്മാർ തയ്യാറായി എന്നുള്ളത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്.